അസ്സലാമലൈക്കും. നമസ്കാരം. PTS ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എടക്കര ടൗൺ ഏരിയയിലാണ് നിൽക്കുന്നത്. എടക്കര ടൗൺ ഏരിയയിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള ദൂരം. 15 സെന്റ് സ്ഥലം, 9 വർഷം പഴക്കമുള്ള നല്ലൊരു അടിപൊളി വീടിന്റെ ഫ്രണ്ട് ഭാഗത്താണ് നിൽക്കുന്നത്. ചുറ്റും മതിൽ കെട്ടി നല്ല അടച്ചുറപ്പാക്കിയിട്ട് നല്ലൊരു വീട് കാണാൻ തന്നെ നല്ല കാഴ്ചയിൽ. ഒരു വീടിന് പെയിന്റ് മാത്രം അടിച്ചാൽ മതി, ബാക്കിയുള്ള എല്ലാം ഒരു ചെറിയ ചെറിയ ചില്ലറ പണികൾ എടുത്തു കഴിഞ്ഞാൽ 9 വർഷമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ വീടിൻ്റെ ഏകദേശം. വീടിനെ കയറി വരുമ്പോൾ ഗേറ്റ് നമുക്ക് ചെറിയ ഗേറ്റ്, നമുക്ക് അതാ ഫ്രണ്ട് ഗേറ്റ് തുറങ്ങില്ല, ചെറിയ ഗേറ്റ് നമുക്ക് ഉള്ളിലേക്ക് കൂടെ ഓരോ സൗകര്യങ്ങളും. വീട്ടിലേക്ക് കയറി വരുമ്പോൾ വലതു ഭാഗത്താണ് മാവുണ്ട്. അതേമാതിരി ഇതിലല്ല നമുക്ക് തേങ്ങ പുറത്തോട്ട് പോകേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ തെങ്ങും കാര്യങ്ങൾ 2 തെങ്ങ് ഇപ്പോൾ ഫ്രണ്ട് ഭാഗത്തുണ്ട്. പിന്നെ ചെറിയ തെങ്ങ് ഇതാ തൊട്ടുപുറത്ത്. നല്ല സൗകര്യമാണ്. ചുറ്റും മതിൽ കെട്ടി നല്ല ഗേറ്റ് തന്നെ മോഡൽ, വെറൈറ്റി മോഡലാണ്. പിന്നെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം വരുമ്പോൾ തന്നെ നല്ല അടിപൊളി മോഡലാണ് ആർച്ച് വരുന്നത്. ഫ്രണ്ട് ഭാഗത്ത് ഇതിൻ്റെ വീടിൻ്റെ സെൻറ്റർ ഭാഗത്താണ് കാർ പോർച്ച്. വീട് കയറി വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങളും നല്ല സൗകര്യത്തിലടങ്ങിയ നല്ലൊരു വീട്. 9 വർഷം പഴക്കമുണ്ടെങ്കിൽ വീട് ഒരു കുറ്റിയുറപ്പുള്ളതാണ്. 2460 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ്. എടക്കര ടൗൺ CNG കാലിക്കറ്റ് ഊട്ടി റോഡിൽ നിന്ന് 2 കിലോമീറ്റർ ഉള്ളു ഇതിലേക്കുള്ള ദൂരം. മദ്രസിലേക്ക്, അതായത് തൊട്ടടുത്ത് തന്നെ മദ്രസ് ഒരു 50 മീറ്റർ പോയി കഴിഞ്ഞാൽ മദ്രസാണ്. അപ്പം അതിലെ പള്ളിയിലേക്ക്, അതായത് ചർച്ച് പള്ളി, അതായത് ഇവിടുന്ന് 100 മീറ്റർ ഉള്ളു പള്ളിയിലേക്ക്. പിന്നെ സ്കൂള് ഒരു 1.5 കിലോമീറ്റർ പോലെ കേരളത്തിൽ 4ാം സ്ഥാനമുള്ള സ്കൂളാണ് ഇവിടെ തൊട്ടടുത്ത്. പിന്നെ ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞാൽ 2ാമത്തെ സ്കൂളും അത് തൊട്ടടുത്ത് തന്നെയാണ്, എടക്കരത്തെ സ്കൂള്. അത് സ്കൂളിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ടാണ് ഈ വീടുള്ളത്. ഈ വീടിൻ്റെ ഉൾഭാഗത്തേക്ക്, അതായത് സിറ്റ് ഔട്ടിലേക്ക് കയറി, സിറ്റ് ഔട്ടിലേക്ക് നല്ല സൗകര്യം L മോഡലാണ് സിറ്റ് ഔട്ട് കിടക്കുന്നത് കണ്ടോ. ഫില്ലർ കൊണ്ട് നല്ല മോഡൽ വെച്ചാൽ നല്ല അടിപൊളി. പിന്നെ ഫില്ലറുമൊക്കെ ഡിസൈൻ മോഡലാണ്. ഇത് വീട് എടുത്ത അന്നൊക്കെ നല്ല കാണാൻ തന്നെ ഇവിടെ ഈ സ്ഥലത്ത് നല്ലൊരു കാഴ്ചയുള്ള നല്ലൊരു വീടാണ്. അത്യാവശ്യം നല്ല ഇതൊക്കെ മാർബിൾ അല്ലേ, ഗ്രാനൈറ്റ്. പിന്നെ അതേമാതിരി ഇതിൻ്റെ ഫാബ്രിക്കേഷൻ്റെ എല്ലാം മരത്തിലാണ് ഇതിൻ്റെ ജനാൽ വർക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. മുകൾ ഭാഗത്തെല്ലാം ശ്രദ്ധിച്ചോളൂ, സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഫുള്ള് സീലിംഗ് ചെയ്ത് ലൈറ്റ് ഫിറ്റിങ്ങിലൊക്കെ മറ്റെല്ലാം മോഡലാക്കി കൊടുത്തിട്ടുണ്ട്. 2460 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ്. വീടിൻ്റെ ഉൾഭാഗത്തേക്ക് ലിവിൻ ഹാളിലേക്ക് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും നല്ല സൗകര്യത്തിലാണ് ലിവിൻ ഹാളുള്ളത്. ഇതിലൊക്കെയുള്ള സ്റ്റെയറിൻ്റെ വർക്കൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ റൗണ്ടിലാണ് ഇതിൻ്റെ മോഡൽ വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ സ്റ്റീലൊക്കെ നല്ല കപ്പാസിറ്റി, നല്ല ക്വാളിറ്റി വരുന്ന സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് വീടിൻ്റെ സ്റ്റെയറിൻ്റെ വർക്ക് എടുത്തിട്ടുള്ളത്. നല്ല എല്ലാ ഭാഗത്തും ഒരേ മോഡലാണ്, ബ്ലാക്ക് ഡിസൈനാണ് ഇതിൻ്റെ എടുത്തിട്ടുള്ളത്. പിന്നെ മുകളിലത്തെ സീലിംഗ് ഒന്ന് ശ്രദ്ധിച്ചോളൂ, നല്ല മോഡൽ സീലിംഗ് ആണ്. ഇതിൽ ലൈറ്റുകൾ കുറച്ച് കാര്യങ്ങൾ ശരിയാക്കുന്നത്. കോമൺ ബാത്റൂം ഇതിൻ്റെ തൊട്ടുപുറത്ത് തന്നെ ഉപയോഗിക്കണില്ല അവർ, കാരണം എണ്ണസംഖ്യ കുറവായതുകൊണ്ട് ഇതിൽ ഉപയോഗിക്കണില്ല. അത്യാവശ്യം നല്ല സൗകര്യത്തിൽ സ്പേസും കാര്യങ്ങളുള്ള നല്ല സൗകര്യമുണ്ട്. ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട്, ചെറിയ ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് ഒന്ന് കാണിച്ചു കൊടുക്കണം. മുകൾ ഭാഗത്ത് 3/4 ഭാഗം വരെ ടൈലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ക്ലോസറ്റൊക്കെ നല്ല കമ്പനി ക്ലോസറ്റുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വീടിൻ്റെ ഡിസൈൻ മോഡലാണ് ഇതിൻ്റെ ബാത്റൂമിൻ്റെ ഡിസൈൻ മോഡൽ വരുന്നത്. പിന്നെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇടത്ത് ഭാഗത്ത് അത് നമുക്ക് ഡൈനിങ് ഹാൾ, ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും, ഒരു 10-12 ആൾക്ക് ഇരിക്കുന്ന ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും ഇതിനുണ്ട്. ഇത് 2 ഫില്ലർ കണ്ടില്ലേ, കയറി വരുമ്പോൾ തന്നെ ആർച്ചിൽ നല്ല ഡിസൈൻ മോഡലാണ്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് ഡൈനിങ് ഹാൾ ഭക്ഷണം കഴിക്കുന്ന സാധനത്തിൽ. ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് നോക്കി നല്ല അടിപൊളി മോഡൽ സീലിംഗ് ചെയ്ത് ലൈറ്റ് ചെറിയ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഒന്ന് ഉഷാറാക്കിയാൽ വീട് തന്നെ പെയിൻ്റൊക്കെ അടിച്ച് ഉഷാറ് കൈ കഴിക്കാനുള്ള വാഷ് ബേസ് തൊട്ടുപുറത്ത് തന്നെ നമ്മൾ കൈ കഴിക്കാനുള്ള സൗകര്യം. വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇടത് ഭാഗത്തെ പട്ടത്തെ റൂം, ഒരു അത്യാവശ്യം നല്ല മാസ്റ്റർ ബെഡ്റൂമൊക്കെ നല്ല സൗകര്യത്തിൽ, നല്ല വിശാലമായ, എന്താ പറയുക, അത്യാവശ്യം നല്ല വലുപ്പം തന്നെ ഉണ്ടെന്ന് നമുക്ക് പറയാം. അത്യാവശ്യം ഒരു 6x6 കട്ടിലിട്ട് കഴിഞ്ഞാലും സ്പേസും കാര്യങ്ങളും. പിന്നെ അലമാര ഇതിമ തന്നെ സെറ്റ് ചെയ്ത് ചെറിയൊരു ഒരു പെയിൻറ്റിൻ്റെ ഒരു കംപ്ലൈൻറ്റ് മാത്രമേ ഉണ്ട്. ഫസ്റ്റത്തെ റൂം കണ്ട് ഇനി നമ്മൾ 2ാമത്തെ റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. 2ാമത്തെ റൂമും ഒന്നിനൊന്ന് നമ്മൾ പറയല്ലോ, ഒന്നിനൊന്ന് ഇതന്നെ. റൂമിൻ്റെ വലുപ്പം നോക്കി നിങ്ങൾ ഇതാണ് നോക്കേണ്ടത്. നല്ല സൗകര്യമുണ്ട്. വീടിൻ്റെ ഒരു ഭാഗത്ത് വിള്ളലോ ഒരു പൊട്ടലോ കാണിച്ചു തരികയാണെങ്കിൽ നിങ്ങൾക്ക് പറയുന്ന പൈസ ഞാനത് തരും. ഇത്ര നല്ല അടിപൊളി വീടാണ്. വീടിൻ്റെ ചെറിയ ചെറിയ പിള്ളേരുണ്ടാകുമ്പോൾ ചെറിയ ചെറിയ കംപ്ലൈൻറ്റ്, ഒരു ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ചിത്രപ്പള്ളികൾ കൊണ്ട് ഒരിങ്ങനെ കുറേ ഒരു എഴുത്തും ഇതൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട്. എടുക്കുന്ന ആളുകൾക്ക് ഒന്ന് പെയിൻ്റ് അടിച്ച് ഒന്ന് മോഡൽ മാറ്റി ഡോറുകളൊക്കെ ഒന്ന് ഡിസൈൻ മോഡലൊക്കെ കൊടുത്ത് അതൊക്കെ 3/4 ഭാഗം വരെ ടൈലും കാര്യങ്ങളും ഇട്ട് ഇതിൻ്റെ നമുക്ക് ബാത്റൂം നല്ല സ്പേസാണ്. അടിഭാഗത്ത് നല്ല ക്ലിപ്പും കാര്യങ്ങളും, കമ്പനി ക്ലോസറ്റുകളാണ്. ചുമരുമ്പോൾ തന്നെയാണ് ആ ക്ലോസറ്റ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല സൗകര്യമുണ്ട്. അപ്പോൾ അങ്ങനെ 2 റൂം നിങ്ങൾക്ക് അടിഭാഗത്ത് ഞാൻ കാണിച്ചു തന്നു.
ഇനി നമുക്ക് സ്ത്രീകൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ഹാളൊക്കെ നമുക്ക് അത്യാവശ്യം വർക്ക് അടുക്കള തന്നെ പറയാം, അടുക്കള ഒരുപ്പത് ഡൈനിങ് ഹാൾ ഭക്ഷണം കഴിക്കാനാക്കി നമുക്ക് ആണുങ്ങൾക്ക് തൊട്ട് ഞാൻ മുന്നേ കാണിച്ചു തന്നു. രണ്ടാമത് നമുക്ക് സ്ത്രീകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും നല്ല സൗകര്യ സ്പേസും കാര്യങ്ങളൊക്കെ എന്നുള്ള അടുക്കള ഭാഗമാണത്. അടുക്കളത്തേക്ക് പാത്രം കഴിക്കാനുള്ള സൗകര്യങ്ങളും പിന്നെ അതിൽ പാത്രങ്ങൾ വെക്കാനുള്ള റാക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കണം. നല്ല സൗകര്യമുണ്ട്. വീടിൻ്റെ സൈഡ് ഭാഗത്തേക്ക് നമ്മൾ റാക്കുകളൊക്കെ കൊടുത്തിട്ട് അടിഭാഗത്തെ ഡിസൈൻ മോഡലുകളും റാക്കുകളും ഹാഫ് വരെ ടൈലും മോഡൽ കൊടുത്ത് നല്ല മോഡലാണ്. വീടിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ കളറാണ് അടിഭാഗത്ത് ഇത് കൊടുത്തിട്ടുണ്ട്. സീലിംഗ് ഇതാണ് ഏറ്റവും കൂടുതൽ ഇതിന് വീടിൽ കയറ്റുന്നതിന് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്ന സാധനമാണ് നമുക്ക് മുകൾ ഭാഗത്തെ സീലിംഗ്. അതൊക്കെ എടുക്കണമെങ്കിൽ ഒരു വീട് എടുക്കണമെങ്കിലൊക്കെ നിങ്ങൾക്ക് അറിയാലോ അത്യാവശ്യം നല്ല എക്സ്പെൻസ് വരുന്നുണ്ട്. നല്ല സൗകര്യമുണ്ട്. ഞാൻ വേറെ നേരെ ഇപ്പം വർക്കരിയിലേക്ക് വന്നു. പുറത്ത് ഭാഗത്ത് നല്ല ഇതിൻ്റെ സ്പേസ് നോക്കികൾ നല്ല സൗകര്യമുള്ള നല്ല ഇതായിട്ടുള്ള സൗകര്യമുണ്ട്. മുകൾ ഭാഗത്തേക്ക് നമ്മൾ ഗ്യാസിൻ്റെ ഇത് പോകാനുള്ള സൗകര്യങ്ങളും പിന്നെ അതേമാതിരി ഗ്രില്ല് മോഡലൊക്കെ ഡിസൈൻ മോഡൽ കൊടുത്ത് പാത്രം കഴിക്കാനുള്ള സൗകര്യങ്ങളും അടിറാക്കുകളൊക്കെ നല്ല ഡിസൈൻ മോഡലാണ് വരുന്നത്. ഈ ഫ്രിഡ്ജ് ഒരു സൈഡിൽ കൊടുക്കാനുള്ള സൗകര്യം പിന്നെ മുകൾ ഭാഗത്ത് ഫുള്ള് ഇത് ബാർപ്പിലൂടെയാണ് ഇതിൻ്റെ ഇത് ചെയ്തിട്ടുള്ളത്. നല്ല സൗകര്യമുണ്ട്. സാധാ സീറ്റല്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുക്കൻ്റെ ചിമ്മിനി അടുപ്പ് ആലുവ അടുപ്പ് ഇതിനെ തൊട്ട് അടിഭാഗത്തിൽ ചെറിയൊരു കട്ടിങ് താഴോട്ട് ഇറങ്ങാനുള്ളൊരു കട്ടിങ് ഇതിലുണ്ട്. ചിമ്മിന് മുകൾ ഭാഗത്തേക്കൊക്കെ പോകാനുള്ള സൗകര്യങ്ങളും എല്ലാം ഇതുണ്ട്. പിന്നെ ടൈല് മുക്കാൽ ഭാഗം വരെ ഇതിന് ടൈല് ഇട്ടിട്ടുണ്ട്. നല്ല സൗകര്യമുണ്ട്. പുറത്തോട്ട് പോന്നപ്പോൾ നല്ല സൗകര്യം നോക്കി. കിണർ വീടിൻ്റെ ഇടത് ഭാഗത്ത് തന്നെ നമ്മൾ കയറി വരുമ്പോൾ ഫുള്ള് ചുറ്റും മതിൽ കെട്ടി ഇതിൽ കവുങ്ങുണ്ട്, മുരിങ്ങുണ്ട്, പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ആഗ്രഹിക്കുന്നതാണ് ചക്ക അല്ലേ, മാവ്, പ്ലാവ് തൊട്ടടുത്ത് പ്ലാവുടെ മാവ് തൊട്ട് ഫ്രണ്ട് ഭാഗത്തുണ്ട്. പിന്നെ തെങ്ങിന് നമുക്ക് തേങ്ങക്ക് പുറത്തോട്ട് പോകണ്ട, ഇതിൽ തന്നെ നമുക്ക് തേങ്ങ നമുക്ക് ഇവിടെ തന്നെ ഇതിൽ കിട്ടാനുണ്ട്. പിന്നെ പുറത്തത്തെ ബാത്റൂമാണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ബാത്റൂം നോക്കിങ്ങൾ നല്ല സൗകര്യത്തിൽ ബാത്റൂമൊക്കെ ഇതിന് പുറം ഭാഗത്ത് തന്നെ സീറ്റിട്ട് നല്ല സൗകര്യത്തിൽ ഇതിനുള്ളിൽ ഒരു വാഷിംഗ് മെഷീൻ വെച്ചേക്കാണ്. ഇതിൽ നമുക്ക് അലക്കാനുള്ള വാഷിംഗ് മെഷീനൊക്കെ ഇതിനുള്ളിൽ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ടോയ്ലറ്റ് പുറത്ത് പോകാൻ നമുക്ക് സാധാ യൂറോപ്യൻ ക്ലോസറ്റ് ആണുള്ളത്. ഇവിടൊക്കെ കട്ട പതിച്ച് വെള്ളം നിൽക്കാതെക്കാനൊക്കെ വേണ്ടിയിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് ഇതിട്ടുണ്ട്. പിന്നെ നമുക്ക് അലക്കല്ല് അതും വെയിൽ കൊള്ളേണ്ട ആവശ്യം നോക്കി നിങ്ങൾ. ഇനി ഇതിലേക്ക് സൈഡിൽ കൂടെ ഇങ്ങനെ വന്നാൽ നിങ്ങൾക്ക് കാണാം നല്ല സൗകര്യം. വെള്ളം നോക്കി കണ്ണാടി ചില്ല് പോലെ നല്ല തെളുങ്ങന അടിപൊളി വെള്ളമാണ്. ഇതിൻ്റെ അടിഭാഗത്തേക്ക് ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ വെള്ളമാണ്. വെള്ളത്തിനൊന്നും നമ്മൾ പുറത്ത് പോകേണ്ട, ഇതിന്മേൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് വെള്ളം ടാങ്കിലേക്ക് കയറാനുള്ള സൗകര്യവും. ഇതിൻ്റെ വീടിൻ്റെ സൈഡ് ഭാഗത്തെ അത്യാവശ്യം നല്ല സൗകര്യത്തിൽ നിങ്ങൾക്ക് നോക്കി സൈഡ് ഫുള്ള് മതിൽ കെട്ടി നല്ല അടച്ചുറപ്പാക്കിയിട്ട് നല്ലൊരു വീടിനെ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചത്. ചെറിയൊരു പാത്തിൻ്റെ നമ്മളെ വെള്ളം പോകുന്ന പാത്തിന് ചെറിയ ഒരു കംപ്ലൈൻറ്റ് പ്രശ്നമുള്ളൂ. ബാക്കി ചെറിയ അല്ലറ ചെറിയ പണികൾ എടുക്കാണ്ട് ഒരു ഭാഗത്തൊക്കെ നിങ്ങൾ ചുമരൊക്കെ നിങ്ങൾ ഒരു ഭാഗത്തൊരു കംപ്ലൈൻറ്റോ ആകെ 9 വർഷം ഏകദേശം ആയിട്ടുള്ളൂ. നല്ല സൗകര്യമുണ്ട്. ഇതിന് കിണറിൻ്റെ തൊട്ട് അടുത്ത് തന്നെ നമ്മൾ കുഴൽക്കിണറുണ്ട്. കൃഷികളൊക്കെ ഉണ്ടെങ്കിലൊക്കെ നനക്കാണെങ്കിലൊക്കെ നമുക്ക് വെള്ളത്തിന് വേണമെങ്കിൽ സെപ്പറേറ്റ് നമുക്ക് കുഴൽക്കിണർ തൊട്ട് നമ്മൾ അയൽവാസികൾക്ക് ഇനി ഉപയോഗിക്കണമെങ്കിൽ അതിലും വേണമെങ്കിലൊക്കെ നല്ലൊരു ഇത് കുഴൽക്കിണർ തൊട്ടുപുറത്ത് തന്നെ ഉണ്ട്. കിണറ്റിൽ വെള്ളം ഉണ്ടെങ്കിലും കുഴൽക്കിണർ സെപ്പറേറ്റ് ആയിട്ട് കുത്തി 2 ഉപയോഗമാണ്. കുഴൽക്കിണർ വേണമെങ്കിൽ വെള്ളം ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കാണിച്ചു തരാം, ഒന്ന് കണ്ടുനോക്കി. മുകളിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ തന്നെ റൗണ്ടിലാണ് ഇതിൻ്റെ മുകളിലേക്കുള്ള സ്റ്റെയറിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി സ്റ്റീൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് വീടിൻ്റെ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. മുകളിലേക്ക് ശ്രദ്ധിച്ച് നോക്കും നല്ല ലൈറ്റ്, ഇതൊക്കെ ലൈറ്റ് അത്യാവശ്യം കത്തുന്ന ലൈറ്റ് ആയിരുന്നു. ഒക്കെ അപ്പം ഇങ്ങനെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പ്രശ്നമായി. ഒക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഉഷാറാക്കിയാൽ നല്ലത് കാണാൻ തന്നെ. നമ്മൾ നേരെ മുകളിലേക്ക് വന്നപ്പോൾ സ്പേസ് കൺട്രോൾ നല്ല സൗകര്യം ഉണ്ട്. അത്യാവശ്യം നല്ല ഇതിലുണ്ട്. മുകൾ ഭാഗത്തേക്ക് എത്തിയപ്പോൾ മൂന്നാമത്തെ റൂമിൻ്റെ സ്പേസ് ഒരേ വലുപ്പട്ടോ. അടിയത്ത് അതേ മോഡൽ തന്നെയാണ് മുകൾ ഭാഗത്ത് കാണുന്നത്. എല്ലാ ഭാഗത്തും സീലിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ അലമാരൊക്കെ ഒന്ന് ഫാബ്രിക്കേഷൻ്റെ മോഡലാണ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു മാറ്റം വരുത്തണമെങ്കിൽ വരുത്താം. നല്ല സൗകര്യമുണ്ട്. ടൗൺ ഏരിയയിൽ നിന്ന്, അതായത് നമുക്ക് ജ്വല്ലറി കടക്കൊക്കെ പോകണമെങ്കിൽ ആകെ 2 കിലോമീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള ദൂരം. അത്യാവശ്യം മുകൾ ഭാഗത്ത് 3/4 ഭാഗം വരെ ടൈലും കാര്യങ്ങളിട്ട് നല്ല സൗകര്യമുള്ള ഒരു ബാത്റൂം. അതൊക്കെ നല്ല അടിപൊളി ഭാഗത്തൊക്കെ നല്ല ക്ലിപ്പ് ഉള്ള നല്ല ഡിസൈൻ മോഡലാണ് ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂം കാണുന്നത്. നല്ല സൗകര്യമുണ്ട്. അങ്ങനെ 3 റൂം, അടിയിൽ 2 റൂം, ഇപ്പം മുകളിൽ റൂം കണ്ട്. ഇനി നമ്മൾ പോകുന്നത് 4ാമത്തെ റൂമിലേക്കാണ്. നോക്കിയ ഏതൊക്കെ
സൂപ്പർ, നല്ല സൗകര്യം. അത്യാവശ്യം നല്ല അലമാര ഫുൾ അൽമ തന്നെ സെറ്റ് ചെയ്ത് ഇതായിട്ടുണ്ട്. സീലിംഗ് മുകൾ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ സീലിംഗ് ചെയ്ത് നല്ല ഇതാണ്. പിന്നെ എല്ലാ ജനാലൊക്കെ ഫുൾ മരത്തിലൂടെ തന്നെയാണ് ഇതിന്റെ വർക്കും കാര്യങ്ങളും എടുത്തിട്ടുള്ളത്. ചെറിയൊരു ജനാല് കട്ടിലൊന്നും മാറ്റേണ്ട ആവശ്യമില്ല, നമുക്ക് പെയിന്റ് അടിക്കുക. പിന്നെ നമ്മൾക്ക് ബാത്റൂമിന്റെ ഡോറുകളൊക്കെ ഒന്ന് ഒന്ന് ശരിയാക്കിയാൽ മതി എടുക്കുന്നത്. വാ, ഇതാ അറ്റാച്ച്ഡ് ബാത്റൂം. ഇതിന് 2 സ്റ്റെപ്പ് മുകളിലേക്ക് കയറി നമുക്ക് സാധാ ക്ലോസറ്റ് ഉപയോഗിക്കാനും, പിന്നെ അതേമാതിരി ഇതിന്റെ പൈപ്പും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ 3-4 റൂം കണ്ട്, 4 റൂം സൗകര്യമുണ്ട്. പിന്നെ നമ്മൾ പോകുന്നത് ഓപ്പൺ ടെറസിലേക്കാണ്. ഓപ്പൺ ടെറസിലേക്ക് വന്നപ്പോൾ നമുക്ക് അലക്കിടാനുള്ള സൗകര്യങ്ങളും ഇതിലുണ്ട്. 15 സെന്റ് സ്ഥലാട്ടോ, 2460 സ്ക്വയർ ഫീറ്റിന്റെ വീടാണ്. അമ്പലം തൊട്ടടുത്ത്, പള്ളി തൊട്ടടുത്ത്, ചർച്ച്, ഏതുവിധ ചർച്ച ഞങ്ങൾക്ക് വേണ്ടി എല്ലാവിധ ചർച്ചകളും ഈ തൊട്ടടുത്തുണ്ട്. അങ്കലവാടിയോ തൊട്ടടുത്ത്, റേഷൻ കട തൊട്ടടുത്ത്. ഇതിന്റെ ഭാഗങ്ങളെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് പുറംഭാഗത്തേക്കൊക്കെ നല്ല നമുക്ക് ഇതിലെ സൗകര്യം. ഇതുമ്പോൾ തന്നെ തങ്ങണം. പുറംഭാഗത്തുനിന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ല ചക്ക, ഇതുപോലെ തന്നെ പുറംഭാഗത്ത് നമ്മൾ ചക്ക ഉണ്ട്. ഫുള്ള് ചുറ്റും മതിൽ കെട്ടി നല്ല അടച്ചുറപ്പ കരഭൂമിയാണ്, വെള്ളം കയറുന്ന സ്ഥലമല്ല. അതാണ് ഏറ്റവും കൂടെ നമ്മൾ പറയാനുള്ളത്. 2, 4, 5 ഒരു ദിവസം നിന്ന് പെയ്ത് കഴിഞ്ഞാൽ ചില വീടുകൾ താമസിക്കാൻ പറ്റാത്ത എത്ര വീടുകളുണ്ടല്ലേ. അതിലൊന്നും നിങ്ങളൊരു പേടി പേടിക്കണ്ട കേട്ടോ. കരഭൂമിയാണ്. പുറത്തത്തെ സിറ്റ് ഔട്ട്, മുകൾ ഭാഗത്തെ സിറ്റ് ഔട്ടിന്റെ ഡിസൈൻ മോഡൽ, പിന്നെ അതേമാതിരി ഗ്ലാസ് വെച്ച് ഇതിനെ നമുക്ക് ചെറുതായിട്ട് ഗ്രില്ല് മോഡൽ കൊടുത്തിട്ട് നല്ല സ്റ്റൈൽ ഗ്രില്ല് കൊടുത്തിട്ട് ഈ വീട് ഇപ്പോ എന്താ പറയുക, പുതിയ തലമുറയുള്ള വീടുകൾ വരുമ്പോൾ ഈ പഴയ വീടുകളൊക്കെ ഇങ്ങനെ നിന്ന് പോകണം. കാരണം ഇവിടുത്തെ അന്നത്തൊക്കെ നല്ലൊരു എന്താ കൊട്ടാരം തന്നെ പറയാ, അങ്ങനത്തെ ഒരു വീടായിരുന്നു ഇത്. ഫ്രണ്ട് ഭാഗമൊക്കെ നല്ല അടിപൊളി ആർച്ച് മോഡൽ വരുന്ന ഫ്രണ്ട് ഭാഗം കയറി വരുമ്പോൾ അതേമാതിരി നല്ല സൗകര്യമുണ്ട്. 15 സെന്റ് സ്ഥലമാണ്. വിടണ്ട, വിലക്ക് എന്താ പറഞ്ഞാൽ ആകെ 75 ലക്ഷം രൂപയാണ്. ഇവിടെ അങ്ങനെ 1.5, 1.25 വരുന്ന ഒരു വില വരുന്ന ഒരു ഏരിയ കൂടിയാണ്. അത്യാവശ്യം നല്ല ഒരു 2460 സ്ക്വയർ ഫീറ്റിന്റെ വീടിന്റെ ഏറെ ഉണ്ട് ഇത്. പക്ഷെ ഞാൻ ഒരു ചുരുങ്ങിയൊരു പറഞ്ഞതാണ്. അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. ഈ വീടിന് ചോദിക്കുന്നത് 75 ലക്ഷം രൂപയാണ്. പിന്നെ കച്ചവടല്ലേ, ഇവിടെ തന്നെ ഇരുന്ന് നമുക്ക് സംസാരിക്കാം. വന്നോളൂ, എടുത്തോളൂ, സ്വന്തം